കനത്ത മഴയിലും മികച്ച പോളിംഗാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു മണിക്കൂറിൽ വഴിക്കടവ് 22ാം പോളിംഗ് ബൂത്തിൽ യന്ത്ര തകരാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാരുടെ നീണ്ട നിരയാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ ഉള്ളത്. എന്തായാലും ശിവദാസ് കന്മനം കൂടി ചേരുകയാണ്. ശിവദാസ്, അവിടെ പ്രതികൂല കാലാവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ കനത്ത മഴയിലും ജനങ്ങൾ അവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുകയാണല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പല ഇടത്തും ഉള്ളത്. പക്ഷേ ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇപ്പോൾ മഴ ഇല്ല, മഴയ്ക്ക് അല്പം ശമനമുണ്ട്. രാവിലെ ചില മേഖലയിലെല്ലാം തന്നെ അത്തരത്തിലുള്ള മഴ ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെ ഈ മഴയും ഒന്നും പ്രതികൂല കാലാവസ്ഥ ഒന്നും വകവയ്ക്കാതെ ആളുകൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ നിലമ്പൂർ നഗരസഭയിൽ അത്തരത്തിൽ കൂടുതൽ ആളുകൾ എത്തിയിരുന്നു. പക്ഷേ ചില പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഇപ്പോൾ പോളിംഗ് മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ രാവിലെ ആളുകൾ വരുന്നതും വളരെ കുറവാണ്. ചില ഇടങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ഇടങ്ങളിൽ പോളിംഗ് മന്ദഗതിയിൽ ആണ് എന്നുള്ളൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലമ്പൂരിൽ നമുക്കറിയാം ശക്തമായ ഒരു പ്രചാരണം നടന്ന ഒരു മണ്ഡലം കൂടിയാണ്, നിയമസഭാ മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയ കേരളം കൃത്യമായി തന്നെ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് നിലമ്പൂരിലേത്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകം കൂടിയാണ് ഈ നിലമ്പൂരിലെ നിയമസഭാ മണ്ഡലത്തിലെ ഈ തിരഞ്ഞെടുപ്പ്. കാരണം വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി കേരള അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാലാവധി. അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുൻപ് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ടതും നിർണായകവും കൂടിയാണ്. കാരണം 2026 നടക്കുന്ന അസംബ്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ശക്തി തെളിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. LDFനെ സംബന്ധിച്ച് അവർക്ക് ഭരണം നിലനിർത്തണമെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ്. UDFനെ സംബന്ധിച്ചും കഴിഞ്ഞ 2 തവണ അവർക്ക് ഈ ഒരു കേരളം സംസ്ഥാന ഭരണം അവർക്ക് നഷ്ടമായി. അതുകൊണ്ട് തന്നെ അത് മറികടന്ന് വിജയം തുടരുക അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ളതും UDFനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. NDAയും ശക്തമായി തന്നെ നമുക്കറിയാം ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഓരോ ഘട്ടത്തിലും NDA വോട്ടുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കാഴ്ചകളുമാണ് നമുക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൃത്യമായ ശക്തമായ ഒരു പ്രചാരണം തന്നെയാണ് NDAയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സമയങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. താഴെ തട്ടിലുള്ള ഒരു പ്രചാരണം നടത്തിയിരുന്നു. കൃത്യമായി മലയോര മേഖലയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം, നിലവിലെ ഇവിടുത്തെ വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണം NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇടത് വലത് മുന്നണികൾ പലപ്പോഴും മൗലികവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നടത്തിയിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ പല രീതിയിലുമുള്ള തിരിച്ചടി ആകും എന്ന ഒരു ഭയം അവർക്ക് ഉണ്ട്. കാരണം അവസാന ഘട്ടത്തിൽ ഇതെല്ലാം തന്നെ വലിയ ഒരു ചർച്ച ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സ്വാഭാവികമായും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊരു പേടി പലപ്പോഴും അവർക്ക് ഉണ്ട്. എന്തായാലും ഇനി തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ ഫലം അറിയുക. ഇപ്പോൾ ഏകദേശം 5% കൂടുതൽ ആയി. 2.5 മണിക്കൂറോളമായി ഈ ഒരു തിരഞ്ഞെടുപ്പ് ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ട്. 7 മണിക്ക് തന്നെ പോളിംഗ് കൃത്യമായി തന്നെ ആരംഭിച്ചിരുന്നു. 5:30 മോക്ക് പോളിംഗ് നടന്നു. അതിനുശേഷം കൃത്യമായി 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് സമയം. അതിനുശേഷം ആ സമയത്ത് ക്യൂവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഏകദേശം 2,32,000 വോട്ടർമാരാണ് ആകെ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരാണുള്ളത്. 1,18,000 കൂടുതൽ വനിതാ വോട്ടർമാർ തന്നെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട്. 1,13,000 പുരുഷ വോട്ടർമാരാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ 7,000 കൂടുതൽ പുതിയ വോട്ടർമാർ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ തന്നെ കൂടുതൽ യുവാക്കളായിട്ടുള്ള ആളുകൾ ഈ ഒരു വോട്ടർമാരിൽ ഉണ്ട് എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. 8 ട്രാൻസ്ജെൻഡേഴ്സാണ് വോട്ട് ചെയ്യാനായി ഉള്ളത്. 14 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ വനത്തിനുള്ളിൽ 3 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ചങ്ങാടത്തിലൊക്കെ വേണം ഇവിടേക്ക് എത്താൻ. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങളും അതിൻ്റെ പ്രക്രിയകളും എല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സുരക്ഷാ സേന കൃത്യമായി തന്നെ 1200ഓളം സുരക്ഷാ സേനയും ഇവിടെ അതിനുവേണ്ടി സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു കമ്പനി കേന്ദ്ര സേന ഉണ്ട്. ഇങ്ങനെ കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ
പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 2 തവണയായി ഇടതുപക്ഷം ആണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായി ഉണ്ടായിരുന്നത്. LDFിലെ PV അൻവറാണ് ഇവിടെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് ഇടതുപക്ഷത്തോട് തെറ്റിപ്പിരിഞ്ഞ് LDFിനെ രൂക്ഷമായി വിമർശിച്ച് CPMനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രിയെ അടക്കം വിമർശിച്ചുകൊണ്ട് അൻവർ ഇടത് സ്വതന്ത്രൻ പിന്നീട് രാജിവെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല രാഷ്ട്രീയ ഇടപെടലുകളും നമ്മൾ കണ്ടു. DMK പാർട്ടിയോടൊപ്പം സഹകരിച്ചു, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി, അതിനുശേഷം മുസ്ലിം ലീഗ് വഴി UDF പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ചു. അതൊന്നും തന്നെ നടന്നില്ല. UDF പ്രവേശനം അസാധ്യമായതോടുകൂടി പിന്നീട് അവസാന ഘട്ടത്തിൽ PV അൻവറും, നിലവിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ രാജിവെച്ച MLA ആണ്, പക്ഷേ വീണ്ടും രാജിവെച്ച് വീണ്ടും അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങോട്ട് ചായും, ജനങ്ങൾ ഏത് ഭാഗത്തേക്ക് പോകും എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയാത്ത അത്ര വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും നിലമ്പൂരിൽ നിന്നും ഉണ്ടാവുക. ദേവിക, അതോടൊപ്പം തന്നെ ഈ NDA ക്യാമ്പുകളിൽ വളരെയധികം ആവേശമാണ് എന്നാണ് കഴിഞ്ഞ മണിക്കൂറിൽ അവിടെയുള്ള പ്രവർത്തകർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസമാണ് പങ്കുവച്ചത്. തീർച്ചയായും NDA സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, മലയോര മേഖലയിൽ ഉള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ 45 വർഷത്തോളമായി മലയോര മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു മുൻപ്. നിലവിലിപ്പോൾ അദ്ദേഹം BJPയുടെ അംഗം സ്വീകരിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഏകദേശം കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി ഈ മേഖലയിലെല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മാർത്തോമ സഭയുടെ ചില ചുമതലകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ കൃത്യമായി മലയോര മേഖലയിൽ കൂടുതൽ സജീവമായി പ്രവർത്തിച്ച് പരിചയം ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. നിലമ്പൂരിൻ്റെ മണ്ണിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിലുള്ള വിവിധ വിഷയങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. പ്രത്യേകിച്ച് അത്തരം വിഷയങ്ങളൊന്നും തന്നെ ഇടത് വലത് മുന്നണികൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊന്നും തന്നെ ഉയർത്തിക്കൊണ്ടുവരാതെ മറ്റു പല വിവാദ വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ മറുഭാഗത്ത് NDA ഇത്തരത്തിലുള്ള കൃത്യമായി നിലമ്പൂരിൻ്റെ അടിത്തട്ടിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതായിരുന്നു അവരുടെ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രചാരണമാണ് NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉടനീളം ഈ അവസാന നിമിഷം വരെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും അദ്ദേഹം ഓരോ ബൂത്തുകളിലും കയറിയിറങ്ങി അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി തന്നെ താഴെത്തട്ടിലുള്ള ഒരു പ്രചാരണവുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റു വിവാദ വിഷയങ്ങൾ ജമാഅത്തെ ഇസ്ലാമി PDPയുമായുള്ള കൂട്ടുകെട്ടുമായിട്ടാണ് ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ മൗലികവാദ സംഘടനകളുമായുള്ള കൂട്ടുകെട്ട് അത് വലിയ ചർച്ചയായിരുന്നു. അത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്ന ഒരു സാഹചര്യം, വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ ഈ നിലമ്പൂർ വളരെ ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത് എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കൃത്യമായി തന്നെ ജനങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. മാറി മാറി ഇവിടെ ഇടത് വലത് മുന്നണികൾ ഇവിടെ മത്സരിച്ചു വിജയിച്ചു വന്നു. അതിനുശേഷം കൃത്യമായി ഒരു ഇടപാടുകളും അല്ലെങ്കിൽ വികസനപരമായ ഒരു പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മലയോര മേഖല വളരെ ശോച്യാവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. വന്യമൃഗശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്നു. പലപ്പോഴും ഇവിടെ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൃഷിക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. കാരണം കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. നിരവധി കൃഷിക്കാർ ഉള്ള അവരുടെ ഉപജീവന മാർഗം കൃഷി ആയി കാണുന്ന നിരവധി കർഷകർ ഇവിടെ ഉണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. കാട്ടുമൃഗങ്ങൾ, കാട്ടുപന്നിയും കാട്ടാനകളും മറ്റ് കാട്ടുപോത്തും അടക്കമുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ ഒരു ഇടം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇക്കാലം അത്രയായിട്ടും പരിഹരിക്കാൻ ഇതുവരെ ഇവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്ന ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ച് വിലയിരുത്തി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ആണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതെല്ലാം തന്നെ കൃത്യമായി തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് പ്രതിഫലിക്കും എന്ന കാര്യത്തിലൊന്നും തന്നെ തർക്കമില്ല. എന്തായാലും ജനങ്ങൾ ആവേശത്തോടു കൂടി ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയിലും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ ബൂത്തുകളിലും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നഗരസഭയിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ട്, പക്ഷേ മറ്റ് ഗ്രാമീണ പ്രദേശങ്ങളിൽ അത്രത്തോളം പങ്കാളിത്തം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 5% കൂടുതൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നിലവിൽ ഇവിടുത്തെ 8 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത്. നിലം നഗരസഭ, അതോടൊപ്പം തന്നെ മറ്റ് 7 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്. അതിൽ 5 എണ്ണം UDF ഭരിക്കുന്നു, 3 എണ്ണം LDF ആണ് ഭരിക്കുന്നത്. LDF-നും സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം. മലപ്പുറം ജില്ല സ്വാഭാവികമായും മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു ജില്ലയാണ്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് അതിനപ്പുറം LDF-നും അല്പം സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. കാരണം മുൻപ് പലതവണ LDF-ന്റെ ജനപ്രതിനിധികൾ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വളരെ നിർണായകവും വളരെ കടുത്തതുമാണ്. പ്രത്യേകിച്ച് LDF-ന്റെ ഒരു സംസ്ഥാന നേതാവ് കൂടിയായ M സ്വരാജാണ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. മറുഭാഗത്ത് ശക്തമായ പോരാട്ടവുമായി NDA രംഗത്തുണ്ട്. NDAയുടെ മലയോര കർഷകനും മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാവ് കൂടിയായ പോളിംഗ് 8% എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ, അല്ലെങ്കിൽ 2.5 മണിക്കൂറോളം പിന്നിടുമ്പോൾ 8% പോളിംഗ് രേഖപ്പെടുത്തുന്നത്. വഴിക്കടവ് 22-ാം പോളിംഗ് ബൂത്തിലെ യന്ത്ര തകരാർ നിലവിൽ പരിഹരിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ കഴിഞ്ഞ മണിക്കൂറിൽ ജനം TV യോട് പ്രതികരിച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.